ഓണക്കാലം മലയാളി കുടിച്ചു തീർത്താണ് ആഘോഷിച്ചിരിക്കുന്നത്. 8 ദിവസത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 771.29 കോടി രൂപയുടെ മദ്യമാണ് സംസ്ഥാനത്ത് വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് വലിയ വർധനവുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. 8 ദിവസം കൊണ്ട് 77 കോടി രൂപയുടെ വർധന കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് അപേക്ഷിച്ച് ഇത്തവണ കൂടുതലായി ഉണ്ടായിട്ടുണ്ട്. അതായത് 694.96 കോടിയായിരുന്നു കഴിഞ്ഞ വർഷം ബെവ്കോയ്ക്ക് ഈ നാളുകളിൽ കിട്ടിയത്. ഉത്രാട ദിനത്തിൽ മാത്രം 126.31 കോടി രൂപയുടെ മദ്യമാണ് വിറ്റുപോയത് എന്നുള്ളതാണ് ബെവ്കോ അറിയിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇത് 137 കോടി രൂപയായിരുന്നു. അതായത് ഒരു 10 കോടിയുടെ കുറവ് ഇക്കുറി സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതായത് ഈ ഉത്രാട നാളിൽ ബെവ്കോ അടയ്ക്കും എന്നുള്ള തരത്തിലേക്കുള്ള വ്യാജ പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ചർച്ചയായതുകൂടിയാണ്. മാത്രമല്ല എല്ലാ കൊല്ലവും മലയാളി ഓണനാളുകളിൽ കുടിച്ചു തീർത്താണ് സർക്കാർ ഖജനാവിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നത്. അത് ഇക്കുറി പതിവ് പോലെ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്നിപ്പോൾ 3-ാം ഓണം കൂടിയാണ്. അവിട്ടനാളിൽ ഇന്ന് മദ്യശാലകൾ തുറന്ന് പ്രവർത്തിക്കുകയാണ്. ബെവ്കോ ഔട്ട്ലെറ്റുകൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഉത്രാടനാളിലുണ്ടായ വലിയ വർധന കളക്ഷൻ്റെ കാര്യത്തിൽ ഇന്നും ഉണ്ടാകുമെന്നുള്ളതാണ് ബെവ്കോ ജീവനക്കാരടക്കം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഇന്നും മലയാളി ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ മദ്യം വാങ്ങാൻ എത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നാളെ ചതയമാണ്. ചതയ ദിനത്തിൽ കൺസ്യൂമർ ഫെഡിൻ്റെ മദ്യശാലകളും ബാറുകളും ബെവ്കോ ഔട്ട്ലെറ്റുകളും ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അതായത് നാളത്തേക്ക് മദ്യം ആവശ്യമുണ്ടെങ്കിൽ ഇന്നേ കരുതലോടുകൂടി വാങ്ങി സൂക്ഷിക്കണം എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. ഇക്കുറി 8 ദിവസത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 771.29 കോടി രൂപയുടെ മദ്യമാണ് മലയാളി കുടിച്ചു തീർത്തിരിക്കുന്നത്. അത് ഉത്രാട നാളിൽ ഏതാണ്ട് 126 കോടി രൂപയുടെ മദ്യം വിറ്റുപോയിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് അപേക്ഷിച്ച് ഒരു 10 കോടി രൂപയുടെ കുറവുണ്ടായെങ്കിൽ പോലും അതൊക്കെ ഇനിയിപ്പോൾ വരും നാളുകളിൽ നികത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ബെവ്കോ ജീവനക്കാർക്കുള്ളത്. PV രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.